നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. രാജയോഗ നാളുകൾ എത്തിച്ചേരുന്ന നക്ഷത്രക്കാർ, ഇവർക്ക് അനുകൂലമായ പല നല്ല മാറ്റങ്ങളും വന്നു ചേരുന്ന സമയമാണ്. മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ വീണ്ടും എത്തുന്ന ഈ സമയം. വരുമാന വർധനമാണ് ഇവർക്ക് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നത്. പ്രതീക്ഷകളൊക്കെ പോലും അപ്രതീക്ഷിതമായ ധനഭാഗ്യമൊക്കെ ഇവരുടെ കൈകളിൽ വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽപരമായി ഉണ്ടായിരുന്ന പല കഷ്ടനഷ്ടങ്ങളൊക്കെ മാറും. താൽക്കാലിക ജോലിയിൽ നിന്ന് പോലും ഇവർ സ്ഥിര വരുമാനം അല്ലെങ്കിൽ സ്ഥിര ജോലി ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങും. ചെലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും തരണം ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. വളരെ നാളുകളായി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്ന സമയം കൂടിയാണ്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് രാജയോഗ സമാനമായ ജീവിതഗതികൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ വീണ്ടും എത്തുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. ഇവർക്ക് തൊഴിൽപരമായി നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥകൾ, അതായത് തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ, എത്ര തന്നെ കഷ്ടപ്പെട്ടാലും നല്ലൊരു ജോലി എന്ന സ്വപ്നം വളരെ അകലെ നിൽക്കുന്ന ആളുകളായിരുന്നു അശ്വതി നക്ഷത്രക്കാർ. ഇവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ലൊരു തൊഴിൽ ലഭ്യത വന്നു ചേരുന്നു. പല മാറ്റങ്ങളും ജോലി സംബന്ധമായൊക്കെ വന്നു ചേരും. ഇവർക്ക് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി, വരുമാനത്തിൽ വർധനവ്, സാമ്പത്തിക ഉന്നതി വളരെ പെട്ടെന്ന് ഉണ്ടാകുക, സ്ഥാനമാനങ്ങൾ ലഭിക്കുക എന്ന് വേണ്ട ജീവിതത്തിൽ തൊഴിൽപരമായി ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും മറികടക്കാൻ ഇവർക്ക് സാധിക്കും. വരുമാനം നല്ല രീതിയിൽ തന്നെ ഉയർന്നു കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവർക്ക് പ്രത്യേകമായ ആത്മീയ കാര്യത്തിൽ, ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ താല്പര്യം ജനിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഈ സമയം ഇവർ വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യും. മതപരമായിട്ടുള്ള ഏതൊരു വിശ്വാസിയും മതപരമായ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ്. ആരോഗ്യ രംഗത്ത്, അതായത് ആരോഗ്യം തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകും. രോഗദുരിതങ്ങളൊക്കെ മാറുന്നു. കാത്തിരുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലഭ്യമാകുന്നു. മനസ്സിൽ ആഗ്രഹിച്ച കാര്യം വളരെ പെട്ടെന്ന് നടപ്പിലാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവർ തന്നെ അത്ഭുതപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും. പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ, അതായത് വരുമാന വർധനയിലൂടെ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. സർക്കാർ തലത്തിൽ നിന്ന് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. വലിയ ബാധ്യതകൾ ഇവർക്ക് ഉണ്ടാകില്ല. വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാനും സാധിക്കുന്ന അവസരങ്ങൾ കൂടിയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇവർ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവർക്കുണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകളൊക്കെ മാറാനും ഇവർക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ കാലഘട്ടം വന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളവർക്കാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കും. സന്താന യോഗത്തിനുള്ള അവസരങ്ങളുണ്ട്. ഈശ്വരാധീനം വളരെ അധികമായി നിൽക്കുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർക്ക് വിദേശത്തേക്ക് ജോലി സാധ്യതകൾ തേടി പോകുന്നതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. പ്രശ്നങ്ങൾ എത്ര തന്നെ വലിയതാണെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് ജീവിതം നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കുന്ന സമയമാണ്. ഗുണങ്ങൾ ഏറെ നിൽക്കുന്ന സമയം. അതുപോലെ തന്നെ ഇവർക്ക് വളരെ നാളത്തെ ആഗ്രഹമായ സ്വന്തമായ ഒരു ഭവനം, വീട് നിർമ്മിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. അതിനുള്ള സാമ്പത്തികം ഇവരുടെ കയ്യിൽ വരുന്നു. അനുകൂലമായ വിധി ഇവർക്ക് നേടാൻ സാധിക്കും. തൊഴിൽപരമായി നല്ല സമയം തന്നെയാണ് ഇവർക്ക് വരുന്നത്. സ്വദേശത്തു നിന്നാണെങ്കിലും വിദേശത്തു നിന്നാണെങ്കിലും നല്ല വരുമാന വർധനകളുള്ള അവസരങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. എല്ലാവിധ പ്രശ്നങ്ങളെയും തന്മയത്വത്തോടുകൂടി
മറികടക്കാൻ അവർക്ക് സാധിക്കും. ഭാഗ്യം വളരെ അനുകൂലമായി നൽകുന്നു. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള അവസരങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. അധ്വാന ഭാരം വർദ്ധിക്കുകയും തുടർന്ന് തന്നെ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതിന് സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഈ തൊഴിൽ ലഭിക്കുന്നതിനും മത്സര പരീക്ഷകളിൽ വെല്ലുന്ന വിജയം കാഴ്ചവെക്കുന്നതിനുമൊക്കെ സാഹചര്യം ഉണ്ടാകുന്നു. ഉപരിപഠന സാധ്യതകൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ തുറക്കെ നിൽക്കുന്ന സമയമാണ്. വലിയ അവസരങ്ങളാണ് ഇവരുടെ മുന്നിൽ വാതിൽ തുറന്നു നിൽക്കുന്നത്. സാമ്പത്തിക നില വലിയ തോതിൽ ഭദ്രമായി നിൽക്കുന്നു. ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇവർ സ്നേഹാദരവോടുകൂടി കഴിയാനുള്ള അവസരങ്ങളുമൊക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വളരെ അനുകൂലമായി കൊണ്ടു നിൽക്കുന്ന സമയമാണ്. ഭാഗ്യം വളരെ നേട്ടമായി കാണാൻ സാധിക്കുന്ന അവസരം. അനുകൂലമായ ഒട്ടനവധി അവസരങ്ങളും നേട്ടങ്ങളും ഒക്കെ ഇവരെ കടാക്ഷിക്കുന്നു. വലിയ വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ടാകും. സാമ്പത്തിക മുന്നേറ്റത്തോടൊപ്പം തന്നെ ഇവർക്ക് വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് സർക്കാർ ഉദ്യോഗം ലഭിക്കാനുള്ള അവസരം, പുതിയ വീട് നിർമ്മിക്കാനുള്ള അവസരം, ഇതൊക്കെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന സമയമാണ്. ഇവർക്ക് നേട്ടമാണോ ഉയർച്ചയാണോ, സാമ്പത്തിക പുരോഗതി ലഭിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക കാര്യം വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിപ്പിക്കാൻ ഇവർക്ക് അല്പം പ്രയാസപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിന്ന് അല്പം വിട്ടുനിൽക്കേണ്ട അത്യാവശ്യമാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് വിവാഹം നടത്തുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യത്തിൽ വലിയ നേട്ടങ്ങളാണ്. വരുമാന വർധനം ഉണ്ടാകുന്നു. വരുമാനം പല മാർഗത്തിലൂടെയും വന്നു ചേരുന്ന സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഉണ്ടാകും. കുടുംബ ജീവിതം സന്തോഷകരമായിരിക്കും, സമാധാനപൂർണമായിരിക്കും. ഉത്സാഹത്തോടുകൂടി ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഉയർന്ന വരുമാനം നേടിയെടുക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മനസ്സിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേർന്ന് ജീവിതം വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ധനസ്ഥിതി വളരെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യ ലക്ഷ്മി വിളയാടുന്ന സമയം. നല്ല കാര്യങ്ങൾ, മംഗളകരമായിട്ട് കാര്യങ്ങൾ വീട്ടിൽ നടപ്പിലാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. വിദേശത്ത് വലിയ തോതിലുള്ള ഉയർച്ചയിൽ എത്താനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതം വലിയ മാറ്റത്തിലേക്ക് എത്തിച്ചേരുന്നു. വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഉയർന്ന വരുമാനം നേടാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്ന നല്ല ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ എത്തിച്ചേരുന്ന സമയം. ആത്മീയ കാര്യത്തിലും പുണ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ താല്പര്യം ചിരിക്കുന്നു. ആരോഗ്യ കാര്യം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക നില വളരെയധികം ഉന്നതിയിലെത്തുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പരീക്ഷയിൽ എണ്ണുന്ന വിജയം ഉണ്ടാകുന്നു. വരുമാന വർധനം ഉണ്ടാകുന്നു. സ്ഥാനക്കയറ്റം ഉണ്ട്. ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ ഇവരുടെ മുന്നിൽ വളർക്കെ തുറക്കുന്ന സമയമാണ്. അവസരങ്ങൾ ഒട്ടനവധി വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും. മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനും അവിടെ വലിയ ഉന്നതികൾ അവസരങ്ങൾ ഒക്കെ ഇവരെ കാത്തിരിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയുന്നതിന്റെയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമസ്കാരം.